ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ വീട്ടിൽ പടച്ച റബ്ബേ ദൈവം ഞാൻ അങ്ങനെ ഒരിക്കലും പറയാതിരിക്കണം. ഈ ഒരു ജന്മം എത്രത്തോളം വിഷമാണ്, എത്രത്തോളം പ്രോബ്ലത്തിലൂടെ കടന്നു പോയതെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ ജനിക്കണം, അത് ദൈവം ജനിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവരെ വിഷമം എന്താണ്, വേദന എന്താണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അച്ഛനമ്മ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, വേദന എന്താണെന്നുള്ളത് അവർക്ക് ദൈവം കാണിച്ചു കൊടുക്കണം. ഏത് ദൈവമാണ് നിന്റെ വിളി കേൾക്കുക? ഒരു ദൈവം പോലും നിന്റെ വിളി കേൾക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? നീ നിരന്തരമായിട്ട് ജനിച്ചു വീണ മതത്തെയും അള്ളാഹുവിനെയും ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, കരിവാരി തെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിന്റെ ശാപവാക്കുകൾ നിനക്ക് തന്നെ വിനയാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് നിനക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. കാരണം വിശ്വാസികളായ ഞങ്ങളെ പോലെയുള്ള ആളുകൾ അത് പറയുമ്പോൾ അള്ളാഹു, പടച്ച തമ്പുരാൻ, ദൈവങ്ങള് കേട്ടിരിക്കും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട എന്നുള്ളതാണ്. ഇവൻ നിരന്തരമായിട്ട് മുസ്ലിങ്ങളെയും സ്ത്രീകളെയും ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗർഭപാത്രം ഉണ്ട് പോലും. അങ്ങനെ പല വിഷയങ്ങളും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? ശരിക്കും പറയാനുള്ളത് ഇവനെ കുറിച്ച് ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ടോന്ന് കേട്ടത്. മലപ്പുറം വേസ്റ്റ്, പാലക്കാട്. മലപ്പുറം വേസ്റ്റ് ആൻഡ് പാലക്കാട് വേസ്റ്റ്, രണ്ട് വേസ്റ്റുകൾ. ഇതൊക്കെ കണ്ടിട്ട് കുറെ പാവപ്പെട്ട ആളുകൾ ഇതിൽ പോയി വീഴുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. കേട്ടില്ലേ? മൊത്തം സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ട്, മൊത്തം സ്ത്രീകളെ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നതെന്ന് ചോദിക്കുന്ന സ്ത്രീകളെ പോലും ഇപ്പോ എന്താ പറയാ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വരട്ടെ എന്നുള്ളത്. കൊള്ളാം. ഇവൻ ഏത് രീതിയിലാണ് ഈ മതം കൂടി ഇതിനുള്ളിൽ കുത്തിക്കയറ്റുന്നത് കാണിച്ചു തരാട്ടോ. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എല്ലാവരും ചൊല്ലിക്കോ. നിങ്ങൾക്ക് എന്തെങ്കിലും മനപ്രയാസം, നിങ്ങൾ ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ദുആ മതി. ഇനി മുസ്ലിംസ് മാത്രമല്ല, ഏത് ജാതിക്കാർക്കും ചെല്ലാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയം കിട്ടും. എല്ലാ മതത്തിലുള്ള ആളുകൾക്കും ചൊല്ലാൻ കഴിയുന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ കിട്ടും എന്നാട്ടാ പറയുന്നത്. ഒരു വിശ്വാസിയായ ഒരാളുടെ വാക്ക് നിങ്ങൾ കേൾക്കണം. തലേ തട്ടേണ്ട ആവശ്യം വരിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആണാണ്. പിന്നെ വേഷം കെട്ടി നടക്കുന്നത് ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യാനാണ്? എന്തായാലും പറഞ്ഞു പോയില്ലേ, പറഞ്ഞു പോയ സ്ഥിതിക്ക് നമുക്കത് കേൾക്കാല്ലേ. പക്ഷെ ഈ പ്രാർത്ഥനയാണോ നമ്മൾ ചൊല്ലേണ്ടത്, ഇതാണോ എന്ന് നോക്കി. നേർച്ച കഴിഞ്ഞു, മാഷാ അല്ലാഹ് അടിപൊളിയായിരുന്നു. ഭയങ്കര സന്തോഷമായി എനിക്ക്. എന്തായാലും എൻ്റെ ആഗ്രഹം നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. മനസ്സിലൊരു ആഗ്രഹം വെച്ചിട്ട് നമ്മളത് നേർച്ച നേറിയിരുന്ന അത് നടക്കും. അത് വാഹന അപകടങ്ങൾ തടയും. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. നമ്മളിവിടെ വന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുക, അവിടെ പറ്റിയ ചിക്കൻ കറി ഉണ്ടാക്കുക, എന്നിട്ട് അവരുടെ പ്രാർത്ഥനയിൽ കൂടിയിട്ട് ഇടയിൽ മാഷാ അല്ലാ എന്ന് പറയുക. അപ്പൊ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും കേട്ടോ. അപ്പൊ മുന്നേ പറഞ്ഞ എന്താ? ഇതാണ് ഞാൻ പറഞ്ഞത്, മതങ്ങളെ അവഹേളിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്, കൂട്ടത്തിൽ സ്ത്രീകളെയും. സ്ത്രീകൾക്ക് അത് മനസ്സിലാവുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഇസ്ലാം മതവിശ്വാസികൾക്കെങ്കിലും മനസ്സിലായാൽ കൊള്ളാന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവരൊക്കെ ഇപ്പോഴും കുറ്റിപ്പുറം മഹൽ കമ്മിറ്റിയിൽ ഉണ്ടോ ചോദിക്കട്ടെ. ഇവനെ പോലുള്ള ആളുകളൊക്കെ കമ്മിറ്റിയിൽ ഇപ്പോഴും നിലനിർത്തുന്നുണ്ടോന്ന് അറിയില്ല. അതുകൊണ്ട് ചോദിച്ചാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കല്യാണം കഴിച്ചത് ആ ഒരു മഹലിൽ വെച്ചുകൊണ്ടാണല്ലോ അല്ലെ. നിക്കാഹ് കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് അവിടെ നടന്നിട്ടുണ്ടാവുക. അതായത് ആണായിരിക്കുമ്പോ ആള് എല്ലാവരും കണ്ടിട്ടുണ്ട്, ആ കൈ പിടിച്ചു കൊടുത്ത് കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. അധികം വൈകാതെ പെൺവേഷം കെട്ടി നടക്കുമ്പോ സ്വാഭാവികമായിട്ട് എന്റെ ഒരു ഡൗട്ടാണ് കേട്ടോ. ഇനി എന്താണ് അടുത്ത അവഹേളനം എന്നല്ലേ? ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ നിസ്കാര കുപ്പായൊക്കെ ഇട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ വേറെ വീഡിയോസും വരാറുണ്ട് കേട്ടോ. ഈ നോമ്പ് കാലത്താവുമ്പോ ഇവൻ ഭയങ്കര സംഭവമാണ്. ഇവൻ ഈ വേഷമൊക്കെ കെട്ടിയിട്ട് നിസ്കാര കുപ്പായത്തിലുള്ളത് ഉണ്ടാവും, പിന്നെ നോമ്പ് തുറക്കുന്ന മറ്റു സംഭവങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ വീണ്ടും തുടങ്ങും എന്നുള്ളതാണ്. നോമ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അതുവരെ ഞാൻ ഔറത്ത് മറക്കുന്നൊക്കെ പറയും. എന്തിനാണ് ഇവൻ ഔറത്ത് മറക്കുന്നത് എനിക്ക് പിടുത്തല്ല, എന്തിനൊക്കെ ആവട്ടെ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്താ പരിപാടി എന്നറിയോ? ഇതാ സത്യത്തിൽ ഇവൻ ഹിമുക്രി വിശ്വാസിയാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിശ്വാസിയാണ് കേട്ടോ. ക്രിസ്ത്യൻ പ്രോഗ്രാമുകളിൽ പോയിട്ട് ഇപ്പൊ ചിക്കൻ കറി കാര്യങ്ങളൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു മാഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ നല്ലതാന്ന് പറയും. അത് കഴിഞ്ഞ് വീട്ടിൽ നിസ്കാര കുപ്പായ ഇട്ടിട്ട് പറയും ഇന്ന സാധനമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോ അമ്പലത്തിൽ പോയിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾ കണ്ടത്. എന്താ പൊന്നെ, ഇങ്ങനെ നിറം മാറുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടാ. എന്തൊക്കെ കാര്യത്തിലാണ് നിറം മാറുന്നത്? ജെൻഡർ വിഷയത്തിൽ നിറം മാറുന്നത്, മതവിശ്വാസത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. എടോ ഞാൻ വെറുതെ അങ്ങ് പറയുന്ന കാര്യമല്ല, വേണമെങ്കിൽ ഇതും കൂടി കേട്ടോ. പടി അങ്ങ് ചവിട്ടുന്ന സമയത്ത് നമുക്ക് ഉള്ളിലേക്കൊരു ഇത് വരാണ്ട്, എൻ്റെ പഠിച്ചോനെ എന്താണ് എന്നോട് പൊറുക്കണേ. കാരണം ഞാൻ വേറെ നല്ല ഇതിന് വേണ്ടി പോകുന്നത്, ഞാനൊരു കുട്ടീനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എനിക്ക് ഈ അമ്പലങ്ങൾ കാണുക, പഴയ പള്ളികൾ കാണുക, പഴയ എന്താ പറയുക കൊട്ടാരങ്ങൾ കാണുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. മനസ്സിനകത്ത് പടച്ച തമ്പുരാൻ ഉണ്ട് എന്നാ പറയണത്.
വല്ലാഹി എന്തൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് മറ്റുള്ള വിശ്വാസങ്ങളിൽ പോയിട്ട് തലയിടുന്നത്, ആ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത്. കൊള്ളാം ജാസി, കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതിനൊക്കെ കൃത്യമായ വചനങ്ങൾ ഖുറാനിൽ പറയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ മനസ്സിലാക്കണം. സൂറത്ത്, ആയത്ത് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇതൊക്കെ അപ്പൊ വായിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ശപിച്ചു എന്നുള്ളതൊക്കെ നുണയാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇവൻ. അതിൽ വലുതൊന്നുമല്ലല്ലോ. അപ്പൊ എന്താണ്, മനസ്സിനകത്ത് പടച്ച തമ്പുരാനുണ്ട്. പക്ഷെ ഇതൊന്ന് കേൾക്കാം. ജാസിക്കപ്പ എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ടോ? എനിക്ക് എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട്. എനിക്ക് എല്ലാ മതക്കാരെയും ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന മതം എന്നൊന്നുമില്ല. ക്രിസ്ത്യൻ പള്ളിയിൽ ചർച്ചിൽ പോകാറുണ്ട്. അതേപോലെ എല്ലാ മതത്തിനെയും എനിക്ക് ഇഷ്ടമാണ്. കാരണം നമ്മൾ കേരളം എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദമായിട്ടുള്ള സ്ഥലമാണല്ലോ. അമ്പലത്തിൽ നോമ്പുതുറ ഒരുക്കുന്നതും പള്ളിയിൽ പൊങ്കാല ഇടാൻ ആ സ്ഥലം കൊടുക്കുന്നതും കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. എപ്പോഴും ഒരു മതസൗഹാർദ്ദം കൊണ്ടുവന്നൊരു കേരളത്തിലെ ജനിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് തന്നെ ഒരു പിടിയില്ല എന്നുള്ളതാണ്. അതായത് ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾക്ക് പള്ളിമുറ്റത്ത് വിശ്രമിക്കാൻ അവസരം കൊടുക്കുന്നു. മതസൗഹാർദ്ദം തന്നെയാണ്. മനുഷ്യന്മാരെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും സ്നേഹിക്കാനുള്ള ഒരു പക്വത അത് എല്ലാവർക്കും വേണമെന്ന് ഏത് മതവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇത് സൗഹാർദ്ദം തന്നെയാണ്. പക്ഷേ ഇന്ന മതത്തിൽ ജനിച്ചു വീണ് ആ മതത്തിൽ വിശ്വസിച്ച് അള്ളാഹുവിനെയും നെഞ്ചിൽ പേറിക്കൊണ്ട് നമുക്ക് മറ്റുള്ള മത ആചാരങ്ങളിലേക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പൂരത്തിന് പൂരപ്പറമ്പിൽ പോയിട്ട് അലുവ വാങ്ങി തിന്നണ പോലെ അല്ല അത്, അല്ലെ? മറ്റുള്ള വിശ്വാസങ്ങളിലേക്ക് കടന്നു ചെല്ലുക, എന്നിട്ടോ അവിടെ നിന്ന് മാഷാ അല്ലാഹ് പറയുക. മണ്ടത്തരാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്കിതിപ്പോ ഗ്യാസ് എന്ത് തേങ്ങ ചെയ്തോട്ടെ എന്ന് ഉണ്ടാണ്ടിരിക്കുക. പക്ഷെ കാണുന്ന ആളുകൾക്കും വിശ്വാസികളായ ആളുകൾക്കും അതിലൂടെ ഒരു സങ്കടം വരാനുള്ള സാധ്യതകളില്ലേ? തീർച്ചയായിട്ടുണ്ട്. ഒരുപാട് ഉസ്താദുമാര് ഇവരെ റിയാക്ട് ചെയ്യാറുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ഉറപ്പിച്ചോ. എനിക്ക് എന്റെ മതത്തിൽ, എന്റെ ഈമാനിൽ എനിക്ക് അത് എന്റെ ഉള്ളിലുണ്ട്. അതെങ്ങനെ ജാസി പോസിബിൾ ആവുന്നത്? കാരണം ജാസി ജനിച്ചത് ഒരാണായിട്ടാണ്, ഇപ്പൊ പൂർണ്ണമായിട്ട് ഒരു പെണ്ണായിട്ട് മാറുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇത് മതം നിഷിദ്ധമാക്കിയ കാര്യമാണ്. ഞാൻ പറഞ്ഞേ, മതത്തിൽ പറയുന്നത് വിശദീകരിക്കണ്ട. പെൺവേഷം കെട്ടി നടക്കുന്ന ആണും ആൺവേഷം കെട്ടി നടക്കുന്ന പെണ്ണും രണ്ട് വിഭാഗത്തിനെയും ശപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തെളിവാണ് നീ ആണായിട്ടിരിക്കുമ്പോൾ കല്യാണം കഴിച്ചത്, അത് കഴിഞ്ഞ് വീണ്ടും വേഷം കെട്ടി നടക്കുന്ന ഇത്രയല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, ആ ആയത്തുകളെ പോലും നീ വേറെ രീതിയിലാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ എല്ലാരും സ്നേഹിക്കുന്ന പടച്ചോൻ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ. നമ്മൾ വായിച്ചതപ്പം എന്താ, നമ്മൾ മനസ്സിലാക്കുന്നതപ്പം എന്താ? അപ്പൊ നുണ പറഞ്ഞിട്ട് ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. ഒരു തിരുത്തലും ഇല്ലാത്തൊരു മതഗ്രന്ഥത്തെയാണ് തിരുത്താൻ ശ്രമിക്കുന്നത്. അത് തെറ്റാണെന്ന് വെച്ചാൽ തെറ്റാണ്. പിന്നെ മനസ്സിനുള്ളിൽ ഈമാനുള്ള ഒരാളെ കണ്ടോ? ഇവരിപ്പോ പടച്ച റബ്ബിനെ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ അമ്പലത്തിൽ ഈ പരിപാടി കാണാൻ പോകുന്നതിനൊന്നും യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ ഒന്നും ആ മതവും പറയുന്നില്ല. നമുക്കത് കാണാം, അത്രയേ ഉള്ളൂ. നമ്മൾ ആ ആചാരത്തിൽ പങ്കാളിയാവരുത്, അതായത് ആ നിലവിളക്ക് എടുത്ത് പിന്നാലെ നടക്കരുത്, പിന്നെ ഇപ്പൊ ഈ നടക്കുന്ന പരിപാടി ചെയ്യരുത് എന്നൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ പറയുന്ന ആള് പൊട്ടും കൊത്തിയിട്ടുണ്ട്, തലയും മറച്ചിട്ടില്ല. ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പറയാ ഞാൻ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന്. നമ്മൾ എന്താണ് പറയുക? ആ മതത്തെ അവഹേളിക്കുന്നതിന് തുല്യാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ രണ്ട് രീതിയിലാണ് നാണം കെടുന്നത്. ഒന്ന്, ഈ വിശ്വാസികളായ ഇസ്ലാം മതവിശ്വാസികളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മതത്തെ അവഹേളിക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. രണ്ടാമത്, സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതുണ്ട് ഇതുണ്ട്, ഞാൻ പൂർണ്ണമായ സ്ത്രീയാണ്, ഗർഭപാത്രം ഉണ്ട്, അതാണ് ഇതാണ്, ഇതൊക്കെ ചെയ്യുന്ന അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, അവർ പറഞ്ഞൊക്കെ ശരിയാണ് എന്നാണ് അതിനർത്ഥം എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ചുകൂടെ എന്റെ പൊന്നുമക്കളെ? ഇവർ കാണിച്ചു കൂട്ടുന്ന മുഴുവൻ റീച്ചനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അതുണ്ടായ മാത്രം പോരെ. ഇവൻ താടിയും മീശയും വെച്ച് നടന്ന കാലം മുതലുള്ള ഇന്റർവ്യൂകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ടാവും. അതിൽ ഓരോ ദിവസവും പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മാറി മാറി കളിക്കുന്നതും നിങ്ങളൊന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നുള്ളതാണ്. ഇനി നിങ്ങൾ തന്നെ അഭിപ്രായം പറയും. ലാഹിലാഹ ഇല്ലല്ലാ അല്ലേ, അതിലേക്ക് പങ്കു ചേർക്കുകയാണ് ഇപ്പോ ഈ പറയുന്ന ഈ ചെക്കനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.